ഹലോ, വൈകിട്ട് ചായ ഇടാനായിട്ട് വന്നതാണ്. അപ്പോൾ കുറച്ച് മാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. പാലപ്പത്തിൻ്റെ മാവാണ്. അപ്പം ഞാൻ അതുകൊണ്ടൊരു സാധനം ഉണ്ടാക്കാമെന്ന് വെച്ചു. നമ്മുടെ പണിയാരം പോലെ ഒരു കുഴിപ്പണിയാരം ഉണ്ടാക്കില്ലേ, അതുപോലെയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കാമെന്ന് വെച്ചു. പണിയാരമല്ല, എന്ത് പേര് ഇട്ട് വേണമെങ്കിലും നമുക്കിതിനെ വിളിക്കാം. ഞാനൊരു ഉണ്ണിയപ്പച്ചട്ടി അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ആ മാവ് ഇരുന്ന് വെറുതെ പോകണ്ടല്ലോ എന്നോർത്ത് എടുത്തതാണ് കേട്ടോ. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഇത് കുറച്ച് മാവേ ഉള്ളൂ കേട്ടോ, വളരെ കുറച്ച് മാവേ ഉള്ളൂ. അത് മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ മുമ്പ് പണിയാരം ഉണ്ടാക്കിയിട്ടുള്ളപ്പോൾ ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അധികം അതങ്ങനെ ഉണ്ടാക്കാറില്ല. ഇതിനൊരു അടപ്പ് പാത്രം ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ അടപ്പ് പാത്രം ഒന്നും വെക്കുന്നില്ല. അല്ലാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് വെള്ളം കൂടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഒരു സൈഡായി നോക്കാം നമുക്ക്. ആഹാ, ഇത് കുത്തി ഇടാനായിട്ടൊരു കുത്തിയുണ്ട്. പക്ഷെ അത് പ്ലാസ്റ്റിക് ആണ് സാധനം. അതത്ര ആരോഗ്യകരമല്ലാത്തതുകൊണ്ട് ഞാൻ അത് എടുക്കുന്നില്ല. എല്ലാം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പാലപ്പത്തിൻ്റെ മാവ് കൂടെ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ സോഫ്റ്റ് ആയിരിക്കും. ചായ ഇടാനായിട്ട് പോവാണ്. തേയില ആദ്യമേ അങ്ങിട്ട് കൊടുക്കുകയാണ്. ഇലത്തേയിലയാണ്. നമ്മുടെ ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിങ്ങനെ എടുക്കാം. കുറച്ച് മാവ് കൂടെ ഉണ്ട്. അതുകൂടെ നമുക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ കൂടെയൊക്കെ ഒഴിച്ചു കൊടുക്കാം. എല്ലാത്തിലും ഒഴിക്കാനുള്ള മാവൊന്നും ഇല്ല, കുറച്ച് മാവേ ഉള്ളൂ. ബാക്കിയുള്ള മാവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അതവിടെ നിന്ന് ശരിയാവട്ടെ, വെന്ത് വരട്ടെ. ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ ചായ തിളച്ചിട്ടുണ്ട്. നമ്മൾ ഇൻഡക്ഷൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട്.
നമ്മളിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഉണ്ണിയപ്പച്ചട്ടി മേടിച്ചതിന് ശേഷം ഉണ്ണിയപ്പം മാത്രം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ബാക്കി ഇതുപോലുള്ള കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. ഞങ്ങളിവിടെ ഇതിന് പക്കാര എന്നാണ് പറയുന്നത് കേട്ടോ. ഞാനിത് വാങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാനല്ല, പണിയാരം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇത് വാങ്ങിയത്. പക്ഷെ പണിയാരം ഉണ്ടാക്കിയിട്ട് ആർക്കും അധികം ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം പണിയാരം ഉണ്ടാക്കുന്നത് നിർത്തി വെച്ചേക്കാണ്. ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മണമൊക്കെ അടിച്ചിട്ട് നമ്മുടെ പൂച്ചക്കുട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. വേണ്ടേ, റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ചായ ഇട്ട് വന്നിട്ടുണ്ട്. നമുക്കപ്പം ഇത് തൽക്കാലം നമുക്ക് പണിയാരം എന്ന് തന്നെ അങ്ങ് വിളിക്കാം. പ്രത്യേകിച്ച് പേരൊന്നും കിട്ടാത്തതുകൊണ്ട് അങ്ങനെ തന്നെ അങ്ങ് വിളിക്കാം. അപ്പോൾ പണിയാരവും ചായയും കുടിക്കാം. ഞാൻ ഒരെണ്ണം അവനിട്ട് കൊടുത്തതാണേ. പുള്ളിക്കാരന് റൊമ്പ പിടിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ട് വരട്ടെ. ടാറ്റാ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.